അത് ഈ ലെഫ്റ്റ് ഹാൻഡിൽ വെക്കണ്ടേ? ജസ്റ്റ് ഫ്രീ ആയി കിടന്ന കൊണ്ടുവരാൻ കഴിയുന്നില്ല അങ്ങനെ. അത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ നീന്തൽ അറിഞ്ഞ ആൾക്കാർ പോയിട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണല്ലോ. അത് അങ്ങനെ തന്നെ നമ്മള് വർക്കൗട്ടും ചെയ്ത് വരല്ലേ. അതുകൊണ്ട് അത് നല്ല പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം എപ്പോഴായാലും നമ്മളെ പിടിക്കുന്നുള്ള ആ ലക്ഷ്യത്തോട് തന്നെ അവിടെ എത്തിയിട്ട് അയാളുടെ പറയും വേണം. നിമിഷ നേരം കൂടെ പറയണ്ട. 3 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ ആണല്ലോ അറിയാം. അതിൻ്റെ ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ താന്ന് പോവാണ്. 3 ഇങ്ങനെ ശ്വാസം എടുത്ത് ആളെടുത്ത് പോകും. 3 മിനിറ്റ് കഴിഞ്ഞാൽ താന്ന് ഓട്ടോമാറ്റിക് ബോധം കിട്ടി പോകും. 3 മിനിറ്റ് നിൽക്കും. 3 മിനിറ്റ് അങ്ങനല്ല, ഈ തട്ടിപ്പടിച്ചോണ്ട് ഇങ്ങനെ അത്രയ്ക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ആ ഓക്സിജൻ്റെ അത് കഴിഞ്ഞാൽ അയാൾ അടിയിലേക്ക് പോകും. അപ്പോൾ അത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ള രക്ഷപ്പെടുത്തുകയെന്നുള്ളതാണ്. അപ്പം നേരെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോവാം വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മൂപ്പരോട് പറയാം നേരെ പോവാം. ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കായി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന് ഞങ്ങൾ കുളിക്കാൻ നേരത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് റഫീഖ് ആനക്കമ്പോയിലാണ്. അദ്ദേഹം ഒരു വാട്ടർ റെസ്ക്യൂ എക്സ്പേർട്ട് കൂടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. നമുക്കറിയാം, വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ഒരാളെ പെട്ടെന്ന് ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾ കൂടി താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഒന്നുകിൽ കയറോ അല്ലെങ്കിൽ നീളമുള്ള കമ്പോ നമ്മൾ എറിഞ്ഞു കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ രക്ഷപ്പെടുത്തുക ആളെ. ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.